നമസ്കാരം. ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം ഗസയിൽ കൊല്ലപ്പെട്ടത് 95 പേരാണ്. ഗസയിൽ ആക്രമണം വിപുലീകരിക്കാനുള്ള പദ്ധതിയിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. 20ാം മാസത്തിലേക്ക് കടക്കുന്ന ഗസ അധിനിവേശം കൂടുതൽ വിപുലപ്പെടുത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നതിനിടെ ഇന്നലെ മാത്രം കൊന്നുതള്ളിയത് 95 ഫലസ്തീനികളെയാണ്. ഇവരിൽ നല്ലൊരു പങ്കും സ്ത്രീക്കും കുട്ടികൾക്കുമാണ്. ദെയർ അൽ ബലാഹിൽ നൂറുകണക്കിന് പേർ താമസിച്ച അഭയാർത്ഥി ക്യാമ്പിലെ ബോംബിംഗിൽ 9 സ്ത്രീകളും 3 കുട്ടികളും അടക്കം 27 പേർ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗസ സിറ്റിയിലെ സമാന ആക്രമണത്തിൽ 19 പേരും കൊല്ലപ്പെട്ടു. ഗസ പിടിച്ചടക്കി നിയന്ത്രണം സമ്പൂർണ്ണമാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വൻ ആക്രമണം തന്നെ പദ്ധതി നടപ്പാക്കാൻ ആയിരക്കണക്കിന് റിസർവ് സൈനികരെ കണ്ടെത്തുന്ന നടപടിയും ഇസ്രായേൽ ആരംഭിച്ചത്. ഇതിനിടയിൽ ഗസയിൽ ഹമാസുമായി വെടിനിർത്തൽ സാധ്യത ഇസ്രായേൽ തള്ളി. ശക്തമായ ആക്രമണ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതേസമയം ഗസ വെടിനിർത്തൽ ചർച്ച സംബന്ധിച്ച് സുപ്രധാന തീരുമാനം അടുത്ത 24 മണിക്കൂറിനകം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഹമാസ് കസ്റ്റഡിയിലൂടെ തന്നെ 59 ഇസ്രായേലി ബന്ദികളിൽ 21 പേർ മാത്രമാണ് ജീവനോടുള്ളതെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഗസയ്ക്ക് പിന്നാലെ യമനിലും യുദ്ധം തുടങ്ങി. ഇസ്രായേൽ യമൻ തലസ്ഥാനമായ സനായിലെ വിമാനത്താവളത്തിൽ ഇസ്രായേൽ ബോംബിട്ടിട്ടുണ്ട്. ഹുദൈദ തുറമുഖവും നേരത്തെ തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. പ്രദേശത്തുള്ളവരെയെല്ലാം ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി. 24 മണിക്കൂറിനിടെ ഇത് 2ാം തവണയാണ് ഇസ്രായേൽ യമൻ തലസ്ഥാനമായ സനായി ലക്ഷ്യമിടുന്നത്. നേരത്തെ ഇസ്രായേലിലെ വിമാനത്താവളം യമനിലെ ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യമന് നേരെ ഇസ്രായേൽ തിരിഞ്ഞിരിക്കുന്നത്. യമൻ തലസ്ഥാനമായ സനായിലും പ്രധാന വിമാനത്താവളത്തിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും വിമാനത്താവളം പ്രവർത്തനരഹിതമാക്കുമെന്നും ഇസ്രായേലി സൈന്യം അവകാശപ്പെടുന്നു. 3 സിവിലിയൻ വിമാനങ്ങൾ, പുറപ്പെടൽ ഹാൾ, വിമാനത്താവള റൺവേ, ഹൂതി നിയന്ത്രണത്തിലുള്ള ഒരു സൈനിക വ്യോമതാവളം എന്നിവയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് തന്നെ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം സനായിൽ ആളപായമോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നാശനഷ്ടങ്ങൾക്കോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇസ്രായേലിന്റെ വിമാനത്താവളങ്ങളെ ഇനിയും ലക്ഷ്യമിടുമെന്ന് സമഗ്ര വ്യോമ ഉപരോധം തന്നെ ഏർപ്പെടുത്തുമെന്നാണ് ഹൂതികൾ അടുത്തിടെ പ്രഖ്യാപിച്ചത്. ഇസ്രായേലിലെ ബൻ ഗുരിയോൻ വിമാനത്താവളത്തിന് സമീപമാണ് ഹൂതികളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത്. ഇതിന് നടുക്കത്തിലായിരുന്നു പിന്നാലെ ഇസ്രായേൽ തന്നെയുണ്ട്. പിന്നാലെ ഇസ്രായേലിലേക്കുള്ള എല്ലാവിധ സർവീസുകളും വിദേശ വിമാന കമ്പനികൾ നിർത്തിവെച്ചു. മിസൈൽ പ്രതിരോധിക്കുന്നതിന് അമേരിക്ക കൈമാറിയ താഡ് സംവിധാനം പരാജയപ്പെട്ടതും ഇസ്രായേലിന് പുതിയ വെല്ലുവിളിയായിരുന്നു. അതേസമയം യമനിലെ ഹൂതികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന ഇറാനും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന്റെ ഭീകരാക്രമണത്തിൽ വീടടക്കം നഷ്ടപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഗസയിലെ ഭക്ഷ്യശാലകളിലും കമ്മ്യൂണിറ്റി അടുക്കളകളിലും കൊള്ള നടത്തിയ സംഘങ്ങളുടെ വധശിക്ഷ നടപ്പിലാക്കി ഹമാസ് ഉണ്ട്.